ഞാൻ ഏകദേശം 8, 9 അല്ലെ 10 ദിവസത്തോളം വീഡിയോ ചെയ്തില്ല. അതിൻ്റെ കാരണം ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷം ഒരു യൂറിൻ ബ്ലാഡറിനകത്തൊരു ചെറിയ സിസ്റ്റം ഉണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ടിൽ വന്നിരുന്നു. അപ്പം അത് ഡൽഹിയിൽ ചെയ്യാൻ പിന്നീട് അതങ്ങ് മാറി. പിന്നീടത് ഡൽഹിയിൽ ഓപ്പറേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നീട് വൈഫിൻ്റെയും കുട്ടികളുടെയൊക്കെ നിർബന്ധം കൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. അത് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ്. ഇത് സെക്കൻഡ് ഒപ്പീനിയൻ പറഞ്ഞ് വളരെ സിമ്പിളാണിത്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ 7-8 ദിവസം. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം. കാരണം വലിയ സമരവും കോൺട്രവേഴ്സിയും UNA അതേപോലെ മഹാനായ യൂട്യൂബറൊക്കെ എന്താണ് ഈ പറയുന്ന തൃശ്ശൂർ രൂപതയെ പറ്റിയും ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. ഇന്നത്തെ ഈ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് RSSൻ്റെ മേധാവി അമേരിക്കയിലോട്ട് പോകുന്നു. ഏകദേശം 3-5 ദിവസമാണ് അമേരിക്ക, അത് കഴിഞ്ഞ് കാനഡ, അതിനുശേഷം അദ്ദേഹം തിരികെ വരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട സ്പെസിഫിക് പോയിന്റ്, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു RSSൻ്റെ മേധാവി അവിടെ പോകുന്നതിനെതിരെ ഇത്ര വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ മാത്രമല്ല, മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് സിഖ് ഗ്രൂപ്പുകളുണ്ട്, ഇപ്പോഴ് അവിടെയുള്ള മുസ്ലിം ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ തന്നെ ന്യൂയോർക്ക് മേയറായ മമദാനി അദ്ദേഹമുണ്ട്. മാഡിസൺ സ്ക്വയറിൽ വെച്ചാണ് സ്പീച്ച് എന്ന് പറയുന്നത്. RSSുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് HSS ഹിന്ദു സേവാ സംഘ് ഏകദേശം 100,000-ലധികം പേരും, അതും പിന്നെ വിശ്വ ഹിന്ദു റിലീജിയനിലുള്ള ഏകദേശം എല്ലാവരും കൂടെ ചേർത്ത് 1.5 ലക്ഷം മെമ്പർഷിപ്പുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതായത് ഇന്ത്യയുമായിട്ട് വെൽ കണക്റ്റഡ്. എന്താണ് RSS ചീഫിനെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം? ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഇത് പറയാൻ തുടങ്ങി. അതായത് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ആക്രമണം അത് അമേരിക്ക ചെറിയ രീതിയിലല്ല കണ്ടിരിക്കുന്നത്. മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം ഉടക്കി കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കീ പോയിന്റ്. ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട ജോലി, അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കീ ഒഫീഷ്യലായിരുന്നു തുളസി ഗാബാർഡ്. അവർ അമേരിക്കയിൽ ജനിച്ചത് ഇന്ത്യൻ എത്നിസിറ്റി ഉള്ളതല്ല, യൂറോപ്പിൽ നിന്നും കുടിയേറിയ അമേരിക്കയിൽ ജനിച്ച് വളർന്ന അതായത് യൂറോപ്യൻ ഒറിജിൻ. അവരുടെ ഫാദറൊക്കെ ഈ കാത്തലിക് ആയിരുന്നു. പക്ഷേ ഇവരും അവരുടെ മക്കളും ഇവരുടെ അമ്മയൊക്കെ ഹിന്ദു ബിലീഫ്സിലായിരുന്നു. അതാണ് തുളസി ഗാബാർഡ്. അവർ കോൺഗ്രസ് മെമ്പറായിരുന്നു, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കഴിഞ്ഞ ജൂണിൽ അവരെ എടുത്ത് ദൂരെ കളഞ്ഞു ട്രംപ്. എന്താ കാര്യം എന്ന് പറയുന്നത്? റീസൺ, അവർ പ്രോപ്പറായിട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നില്ല. തെറ്റായ കാര്യങ്ങൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നു. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കെതിരെ എടുക്കുന്ന പല സംഭവങ്ങളും ലീക്കാക്കി ഇന്ത്യയിലോട്ട് കൈമാറുന്നു. പ്രത്യേകിച്ച് RSSനും മോദിക്കും കൈമാറുന്നു. അവരുടെ കല്യാണം 2014 നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ന്യൂസ് വീക്ക് എന്ന് പറഞ്ഞൊരു മാഗസിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്. 2014 കല്യാണം നടക്കുന്ന സമയത്ത് മോദിയുടെ സ്പെഷ്യൽ എൻവോയി ആയിട്ട് റാം മാധവ് എത്തുന്നു, സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. അതായത് അമേരിക്കയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയെ അവർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു, ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു. അതിൻ്റെ പേരിലാണ് ട്രംപ് ദൂരെ കളഞ്ഞത്. അതായത് ട്രംപ് കംപ്ലീറ്റ് U-ടേണായി. ഇതാണ് സംഭവം. എന്താണ് ഇപ്പം ഇത്രമാത്രം പ്രകോപനം ഉണ്ടാകാൻ കാരണം? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഏകദേശം 7-8 മാസം മുമ്പ്. അമേരിക്കയിലെ റിലീജിയസ് കമ്മീഷൻ അവർ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് RSSനെയും RAW രണ്ടുപേരെയും ബാൻ ചെയ്യാൻ, സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ. അപ്പം ഇവിടുത്തെ കുറച്ച് സംഘപരിവാറുകാരന്മാർ FCR ആദ്യം അങ്ങ് മനസ്സിലാക്കുക. അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ FCR ഏകദേശം
13,000 കോടി രൂപ വരുന്നത് ഇവിടുത്തെ ഹിന്ദു ഓർഗനൈസേഷന് വേണ്ടിയാണ്, പ്രത്യേകിച്ച് RSSുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷന് വേണ്ടിയാണ്. അല്ലാതെ ക്രിസ്ത്യാനികൾക്കല്ല ഏറ്റവും കൂടുതൽ. ഏകദേശം 24,000 കോടിയാണ് ഒരു വർഷം വരുന്നത്. അതിൽ 1,300 കോടി മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ ഓർഗനൈസേഷന് കിട്ടുന്നത്. ബാക്കി വലിയ ശതമാനവും പോകുന്നത്, ഏകദേശം 17,000 കോടി രൂപ പോകുന്നത് ഇവിടുത്തെ ഹിന്ദു ഓർഗനൈസേഷനും അയോധ്യ ടെമ്പിളിനും RSSുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല ഓർഗനൈസേഷനുണ്ട്. സേവാഭാരതി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സംസ്കൃതം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് പോകുന്നത്. എന്താണ് ഇപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോട് അവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവം അറിയോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതേപോലെ അവിടെ ഈ ഹിന്ദു ഓർഗനൈസേഷന് അവിടുന്ന് ഫണ്ട് വരുന്നുണ്ട്. അതായത് ഇവിടെ ക്രിസ്ത്യാനികളെ കയറി FCRAയിൽ മുറുക്കുകയാണെങ്കിൽ അവിടെ ഒരു പണി കൊടുക്കും. ആ പണി എന്ന് പറയുന്നത് ഹിന്ദു ഓർഗനൈസേഷന് പണം അയക്കുന്നവർക്ക് 100% അങ്ങ് ടാരിഫ് കൊടുക്കും. ഇതിനയക്കത്തില്ല. ഇതാണ് ഇഷ്യൂ. ഇതിനെ എങ്ങനെയെങ്കിലും ഔട്ട്റീച്ച് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് സംഭവമൊക്കെ ആക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന മോഹൻ ഭാഗവത് അമേരിക്ക സന്ദർശിക്കുന്നത്. അതായത് RSS അങ്ങ് പെട്ടു ശരിക്കും. അവർ വിചാരിച്ചത് ഈ പറയുന്ന ഇവിടെ ക്രിസ്ത്യൻ അറ്റാക്ക് ഉണ്ടാകുന്നു, മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തല്ലിപ്പൊളിക്കുന്നു, ക്രിസ്ത്യാനികളുടെ ചർച്ചുകളുടെ അകത്ത് കയറി അടിയുണ്ടാക്കുന്നു, പിടിയുണ്ടാക്കുന്നു, അത് അവരൊന്നുമല്ല ബജരാങ്കളാണ് ചെയ്യുന്നത്. ഇതെല്ലാം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തള്ളിക്കളഞ്ഞു. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, കാനഡയിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുക, സിഖുകാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് കാനഡ. അമേരിക്കയിലും സ്വാധീനമുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ, മോദിക്കെതിരെ, RSSനെതിരെ അമേരിക്കയും കാനഡയും തിരിയുന്നു. തിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലായിക്കോണം, മറ്റുള്ള രാജ്യങ്ങളും തിരിയും. RSSനെതിരെ ബാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് ഇരുന്ന് കഴിഞ്ഞാൽ ബാൻ ചെയ്ത് കളയും. അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അയാൾക്ക് മോദിയും RSS ഒരു പ്രശ്നമേ അല്ല, അക്കോർഡിംഗ് ടു സം റിപ്പബ്ലിക്കൻ പാർട്ടി സീനിയർ ലീഡേഴ്സ്. അവർ പറഞ്ഞു, ഒരു കാരണവശാലും മോദിയുടെ ഈ പരിപാടികളും പണികളും ഒന്നും ഞങ്ങൾ നടത്താൻ സമ്മതിക്കത്തില്ല. ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്ന പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ അടുത്ത സമയത്ത് ബംഗാളിലുണ്ടായി അറ്റാക്ക് നിങ്ങൾ കാണുക. খাতাগুলো সব রাখবে, এইগুলো না, এইগুলো রাখবে। এখানে কি করতে এসেছিলেন দিদি ভাই? কি বলে আপনাদেরকে এনেছিল? আপনাদের দোষ নেই, কি বলেছিল বলুন না আমাদেরকে। এখানে কি হচ্ছিল বলুন, এখানে কি হচ্ছিল বলুন, এখানে কি হচ্ছিল? ওদেরকে থানায় নিয়ে যাও, ছেলেগুলোকে থানায় নিয়ে যাও, ছেলেগুলোকে থানায় নিয়ে যাবে। কি করতে এসেছিলেন এখানে? কি করতে এসেছিলেন এখানে? কি করতে এসেছিলেন? হ্যাঁ, এখানে কি করতে এসেছিলেন? কি হচ্ছিল? খ্রিস্টানে কি হচ্ছিল? কি কি করতে এসেছিলেন?
সাধুভাবে এসেছিলাম যে আমার কি বলেছিল আপনাদেরকে, কি বুঝিয়েছিল? তো ওসব আমি শুনি না, এমনি আমি ওদেরকে থানায় দেবে, এদেরকে ছেড়ে দাও, ছেলেগুলোকে তোলো। কি কি করতে এসেছিলেন এখানে বলুন? ওই, নাম বলুন, কি নাম? কল্যাণ থেকে আসছি। আমি এরকম প্রজাশনে আসছি। কি বলে কি বলেছিল? কি বলেছিল আপনাদেরকে, কি বিষয়ে এখানে ডেকেছিল? সমস্যা আছে যে এরকম প্রভু যিশুকে ডাকলে মানে সুস্থ। প্রভু যিশুকে ডাকলে হ্যাঁ। কে বলেছিল? ওই যারা মানে ছেলেগুলো, তাই তো? সবাই আছে। আর আর ক টাকা দিয়েছিল আপনাদেরকে এখানে আসার জন্য? নাম বলো, টাকা দেয়নি। কে নামটা বলুন, কে বলেছিল? নাম বলো। চিনবে, সে উদামপুর থেকে আসছি তো। আর ক টাকা পয়সা কত টাকা দিয়েছিল? তার নামটা বলো। এই ডায়েরি গুলো সব রাখবেন, হ্যাঁ? জয় শ্রীরাম, জয় জয় শ্রীরাম, জয় শ্রীরাম। চলো, আর আগে স্যার আরেকজন ভিতরে কিন্তু অনেক মানুষ আছে। ঠিক 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 আছে, ঠিক আছে। উইটনেস আমাদের কাছে আছে, ঠিক আছে। അതായത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവിടെ സംഭവിച്ചത്. ഒരു ഹൗസ് ചർച്ച്, അവിടെ BJP ഇപ്പോഴാണ് അധികാരത്തിൽ വന്ന് അവിടെ കയറി അറ്റാക്ക് ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയിലും ബംഗാളിൽ അറ്റാക്കാണ്. കാരണം ജയ് ശ്രീറാം എന്ന് പറയുക, വീടുകളുടെ അകത്ത് കയറുക, ആഹാരം കഴിക്കുന്ന ബീഫാണെന്ന് നോക്കുക, അവരെ അറ്റാക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇന്ത്യയാക്കി BJP, മോദി, RSS ഇന്ത്യയെ മാറ്റി. നീ അമേരിക്കയിലുള്ള ഹിന്ദുക്കളോട് ഞാനൊരു വാൺ ചെയ്യുകയാണ്, ഇത് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞ് അവിടെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലാണ് ഡിസ്കഷൻ പോകുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മളിത് ഓവർകം ചെയ്യേണ്ടത്? ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയെയും ഇന്ത്യയിൽ അടിച്ചൊതുക്കാൻ പറ്റത്തില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾ FCRA എന്നും പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പുല്ലുമില്ല. പക്ഷേ FCRA നടത്തി കഴിഞ്ഞ് തിരിച്ച് ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി അവരുടെ ഡൊണേഷൻ ഇവർ കയറി ബ്ലോക്ക് ചെയ്യും. RSSൻ്റെ കംപ്ലീറ്റ് അസറ്റ് കയറി അങ്ങ് ബ്ലോക്ക് ചെയ്യും ഗ്ലോബലായിട്ട്. അത് അവർ ബ്ലോക്ക് ചെയ്യുമ്പോഴും മനസ്സിലായിക്കോണം, ഇത് യൂറോപ്യൻ രാജ്യങ്ങളും ഫോളോ ചെയ്യും 100%. അങ്ങനെ വരുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളും ഇത് ബ്ലോക്ക് ചെയ്യും. അതായത് RSSുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് ഏത് ആൾക്കാർക്കും അവിടെ പിന്നെ കയറാൻ പറ്റത്തില്ല. ഇതാണ് ഈ പറയുന്ന മോദിയും സംഘപരിവാറും RSSും ഉണ്ടാക്കിയിട്ട് ഇവരുടെ ധാരണ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അങ്ങ് പോകും. അമേരിക്കയിൽ ഇതൊന്നും പ്രശ്നമല്ല. ഞാൻ പല ആവർത്തി പറയുന്നുണ്ട്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്യൻ രാജ്യം പോലെയല്ല. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലായിക്കോണം. അമേരിക്കയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. നിങ്ങൾ അമേരിക്കയിലെ പല വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ പേര് കേട്ട് കാണും. വലിയ വലിയ ഇവിടുത്തെ എത്രയോ ലക്ഷക്കണക്കിന് പിള്ളേർ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഒരിക്കൽ തുടങ്ങിയത് ബിബ്ലിക്കൽ സെമിനാരി ആയിട്ടാണ്. അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം നോക്കുക, ബൈബിൾ സെമിനാരി ആയിട്ടും തിയോളജിക്കൽ കോളേജുമായിട്ട് തുടങ്ങിയതാണ്. സ്കൂളായിട്ട്, അത് തിയോളജിക്കൽ സ്കൂളായിട്ട് തുടങ്ങിയതാണ്. പിന്നീടാണ് അവർ സയൻസും ടെക്നോളജിയും മറ്റുള്ള പരിപാടിയിലോട്ട് പോകുന്നത്. അതാണ് ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ. ഇതിൻ്റെ തുടക്കം തന്നെ ബിബ്ലിക്കലായിരുന്നു. ആ ഒരു രാജ്യത്ത് ഈ പറയുന്ന ഇവിടെയുള്ള ഈ ആദിവാസികളെയും ദളിറ്റ്സിനെയും അവരുടെ പള്ളികളിൽ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോധമുള്ളം വിശ്വസിക്കാൻ വെറുതെ ഇരിക്കുമെന്ന്. അതാണ് കയറി ക്ലിപ്പിട്ട് പിടിച്ചേക്കുന്നത്. അതായത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പോലും ഇത് ബാധിക്കും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക. ഇതിനു വേണ്ടിയാണ് RSSൻ്റെ ചീഫ് അങ്ങോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോവുകയാണ്. ബജറാങ് ദൾ അല്ല, വിശ്വന്ത് ഇതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ മുഴുവനും
ഉറവിടം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന RSSൽ നിന്നാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. ഫ്രാങ്ക്ലിൻ ഗ്രഹാം, ബില്ലി ഗ്രഹാമിൻ്റെ മകൻ, അദ്ദേഹം ഈ നാഗാലാൻഡിൽ വരേണ്ടതായിരുന്നു. 25 വർഷം ആയ അദ്ദേഹത്തിൻ്റെ പിതാവ് ബില്ലി ഗ്രഹാമോട് ഒന്ന് പ്രസംഗിച്ചതിൻ്റെ 25ാമത്തെ വാർഷികം. അതിൻ്റെ വിസ RSSും സംഘപരിവാറും കൂടെ തടഞ്ഞു. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ റിട്ടാലിയേഷൻ അമേരിക്ക ചെയ്യും. ഇപ്പം മുസ്ലിം ഗ്രൂപ്പുകൾക്കും ഗ്ലോബലായിട്ട് RSSനെതിരോട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ പലയിടത്തും പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യനാണ്, ക്രിസ്ത്യൻസ് ഇന്ത്യനാണ്, അവർ ഇന്ത്യനാണ്, അവർ പറഞ്ഞു തിരുത്താൻ നോക്കുകയാണ്. കൃത്യമായിട്ട് പറയാൻ, അമേരിക്ക നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇവിടെ വലിയ പ്രശ്നം ഇന്ത്യയിലുണ്ടാകും, വലിയ പ്രശ്നം ഇന്ത്യയിലുണ്ടാകും. കാരണം നമ്മുടെ സാമ്പത്തികം തകർന്നു പോകും, നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. അതായത് ഈ ഇടയ്ക്ക് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ചൈനയിൽ പോയേക്കുക അരുണാചൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. കാരണം അതിൻ്റെ അകത്തോട്ട് പല ചൈനീസ് പട്ടാളക്കാർ പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പല പോസ്റ്റുകളിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെയും ചൈനീസ് മോണിറ്ററിങ് വന്നിരിക്കുന്നു പല വില്ലേജുകളിലും. എന്തിനാ പെട്ടെന്ന് ചൈനയെ കാണാൻ പോയത്? ആദ്യം ഇന്ത്യ അമേരിക്കയോട് സംസാരിച്ചു, അമേരിക്കയോട് ഇടപെടാൻ വേണ്ടി. അമേരിക്കൻ ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ചൈനയുമായിട്ട് സംസാരിച്ചോണം. നിങ്ങളുടെ സുഹൃത്തും കെട്ടിപ്പിടിക്കാൻ പോയതാണല്ലോ ചൈനയെ, അവരോടങ്ങ് സംസാരിച്ച് തീർത്തോളാൻ പറഞ്ഞ് അമേരിക്ക അങ്ങ് കൈമലർത്തി. അതായത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റ രാജ്യങ്ങളില്ല. അതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഡിപ്ലോമസി. അവിടെയാണ് പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത്. ഇത് ചെറിയ ഇഷ്യൂ അല്ല. ഈ പള്ളികളിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതും, ഈ ബൈബിൾ പിടിച്ച് വലിച്ചു കയറുന്നു, അവരെ കത്തിക്കുന്നതും, ഉപദ്രവിക്കുന്നു, അവരെ ജയിലിലിടുന്നതും, ആ ചെറിയ രീതിയിൽ അവരത് കാണത്തില്ല. ഇപ്പം ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ സ്പീച്ച്, അന്നു മുതൽ ഈ പറയുന്ന ഹിന്ദു മഹാസഭയാണെങ്കിലും BHP ആണെങ്കിലും ഇവർക്കൊക്കെ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ബന്ധം. അതാണ് ഇപ്പം തീരാൻ പോകുന്നത്. ആരാണ് ഉത്തരവാദി? സാക്ഷാൽ മോദിയും ഈ പറയുന്ന RSSും ഈ സംഘപരിവാറും. മനസ്സിലാക്കുക, അവരിതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും കയറി അങ്ങ് തടയും. പിന്നെ ആകെ ഇവിടെ ഉള്ളത് എന്തുവാ? കോപ്പി അടിച്ച കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ആയുധമാണെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പ്രാക്ടിക്കലി സക്സസ് ആകാൻ പോകുന്നില്ല. നമുക്കൊരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തേജസ് ഉണ്ടാക്കി, അതിപ്പം വേണ്ടാന്നും വെച്ചു. അതിൻ്റെ എഞ്ചിനും മറ്റു സാധനങ്ങളും പുറത്തുനിന്ന് വരണം. അതായത് മനസ്സിലാക്കുക, നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ സംഘപരിവാർ ഇതേപോലെയുള്ളവരുടെ കേഡേഴ്സിനോട് പറഞ്ഞ് ഈ പറയുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സിഖുകാരെയുള്ള അറ്റാക്ക് അങ്ങോട്ട് വിട്ടു. അപ്പം ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ധാരണയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചുമ്മാതാണ്. അവരിതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരിത് കയറി പിടിക്കുമ്പോഴും കൊങ്ങയ്ക്കായിരിക്കും കയറി പിടിക്കുന്നത്. അതായത് കഴുത്തിന് കയറി പിടിക്കും. അതായത് കയ്യും കാലും വിട്ടടിച്ചാലേ വേറെ രക്ഷയൊന്നുമില്ല. മോദിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അടുത്ത വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറയാം. എന്താണ് രേവന്ത് റെഡ്ഡി തെലങ്കാന ചീഫ് മിനിസ്റ്റർ പ്രോഗ്രാം എന്തുകൊണ്ടാണ് ഈ അമേരിക്കയിൽ ഇന്ത്യ ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കാഞ്ഞത്? പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം പറയാം. ഞാൻ ഈ ജൂബിലി പോയത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ഭാഗമായിട്ടാണ്. മഹാനായ യൂട്യൂബറും ജാസ്മിൻ ഷായും ഒക്കെ പറഞ്ഞ പച്ചക്കള്ളവ. വളരെ റീസണബിൾ റേറ്റാണ്. ഈ വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റൽ പോലെ സംഭവമൊന്നുമല്ല. പക്ഷെ ഞാൻ കണ്ട ഒരു മെഡിക്കൽ കോളേജിൽ എത്രമാത്രമാണ് ആൾക്കാർ വരുന്നത്, അതേപോലെ റഷാണ്, അതേപോലെ ക്രൗഡഡാണ് ഈ സംഭവം. കാരണം വളരെ റീസണബിൾ ആയിട്ടുള്ള ചാർജേ ഉള്ളൂ. സർജറി വരെ വളരെ റീസണബിളാണ്. പിന്നെ അവിടെയുള്ള പല നേഴ്സുമാരോട് ഞാൻ ചോദിച്ചു. ഈ മഹാനായ യൂട്യൂബറും ഈ ജാസ്മിൻ ഷായും പറഞ്ഞ പച്ചക്കള്ളമാണ്. ഞാൻ ഏകദേശം 10-60ഓളം നേഴ്സുമാരെ കണ്ട് സംസാരിച്ചു. കാരണം ഞാൻ അവിടെ 5 ദിവസം അഡ്മിറ്റായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു അവർക്ക് എത്രയാണ് സാലറി കിട്ടുന്നതെന്ന്, മറ്റുള്ളവർക്ക് എത്ര സാലറി കിട്ടുന്നതെന്ന് അവർ പറഞ്ഞു.
അതിനകത്ത് ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഏകദേശം 4000-ഓളം പേരാണ് അവിടെ ഡോക്ടേഴ്സും നേഴ്സിംഗ് സ്റ്റാഫും കോൺട്രാക്ട് ബേസിലും ഫുഡ് ഉണ്ടാക്കുന്നതിന് ക്ലീനിങ് 4000 പേർക്ക് ജോലി കൊടുക്കുന്നൊരു സംഭവമാണ്. അതിനെ തകർക്കാൻ ശ്രമിച്ചവൻ തകർന്നു പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു 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 ആശംസ എന്ന് പറയുന്നത്. കാരണം അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. എനിക്ക് വളരെ റീസണബിൾ ചാർജാണ് അവർ ചെയ്തത് ഒരു സർജറിയുടെ. അത്രയേ ഉള്ളൂ അവരുടെ ചാർജ്. അപ്പോൾ അതും കൂടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതേപോലെയുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റുമായിട്ട് വരുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ ഈ ഓണം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. താങ്ക് യു വെരി മച്ച്.